ബീഫ് കുക്ക് ചെയ്ത ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക്, അതായത് ബീഫ് നമ്മൾ കുക്കറിൽ എടുത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യും. ആ ഒരു വെള്ളവും കൂടി ശരിക്കും ഈ ബീഫ് കറിയിലിട്ട് ഒഴിച്ചൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ, എൻ്റെ പൊന്നെ ഒരു ചിക്കൻ അതിലേക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങ് പിടിച്ച് പറ്റും, നമുക്ക് കിട്ടുമായിരിക്കും. പിന്നെ ഗാർണിഷ് ഇതേപോലെ അങ്ങ് ചെയ്യണം കേട്ടോ, അത് പൊളിയാണ്. നല്ല പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ തേങ്ങയുടെ കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതങ്ങ് ചെയ്യുമ്പോൾ സംഭവം അങ്ങ് കിടക്കുവേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ട്രാവൽ ഷിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ബീഫ് കറിയാണ്. അതായത് നല്ല കുരുമുളക് പൊടിയൊക്കെ പൊടിച്ചിട്ട് അത് ഒന്ന് നമ്മളിങ്ങനെ പൊറോട്ടയിലെ ചാറൊക്കെ ആക്കി, ഒരു കഷ്ണം ചാറിനിടയിലും പൊറോട്ടയൊക്കെ ആക്കി ഇങ്ങനെ എടുത്ത് കഴിക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതേപോലെ ഫീലോടെ കഴിക്കാൻ പറ്റുമോ നല്ല അടിപൊളി ബീഫ് കറിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഓടിച്ചാടി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. ഞാൻ സമയം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഓൾറെഡി ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കുക്കറിൽ. കുറച്ച് ടർമറിക് പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ കുറച്ച് ഉപ്പും കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കുക്കറിൽ ഞാൻ നമ്മുടെ ബീഫ് അങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യം കുറച്ച് പേസ്റ്റ് ആക്കാനായിട്ട് കുറച്ച് നമ്മുടെ ചെറിയുള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ജിഞ്ചറും വേണം. ഇതൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യണം. ഇതിൻ്റെ ഒപ്പം നമ്മൾ ചില്ലിയും ഇടുന്നുണ്ട്, കറിവേപ്പില ഇടും. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തായാലും കാണും. അപ്പോൾ ചില്ലി ഒരു 5-6 എടുത്തിട്ടുണ്ട്. കാരണം ബീഫ് കറിക്ക് കഴിക്കുമ്പോൾ കുറച്ച് എരിവ് അങ്ങ് പൊങ്ങി നിൽക്കണം. നല്ല തട്ടുകട സ്റ്റൈലിലൊക്കെ ബീഫ് കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് എരിവ് അങ്ങ് പൊങ്ങി അങ്ങ് കയറി നിൽക്കും. അതാണ് നമ്മൾ ശരിക്കും പൊറോട്ടയൊക്കെ വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ ചൂടത്തങ്ങ് കഴിക്കുമ്പോൾ എന്ത് രസമായിരിക്കും എന്നറിയും, ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും അല്ലേ. ചെറുതായിട്ട് നമുക്ക് സബോള കിട്ടുന്ന ഗ്രേവി ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 സബോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫിന് നമ്മൾ 1.5 ഓണിയൻ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കാണാം. ഇത് നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ടാണ്. ഒരു ടൊമാറ്റോ ഹോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും ജിഞ്ചറും ടൊമാറ്റോയും കറിവേപ്പിലയും പിന്നെ നമ്മുടെ ചില്ലിയൊക്കെ വെച്ച് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ടൊമാറ്റോവും കറി ലീവ്സും. കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നമ്മുടെ ബീഫ് കറിയിൽ വയ്ക്കുമ്പോൾ ആ ഒരു സ്വീറ്റ്നെസ് വരുമ്പോൾ നല്ല രസമായിരിക്കും. ഞാൻ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടേ അതിലേക്ക് നല്ല കോക്കനട്ട് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ അങ്ങ് ചൂടായി കഴിഞ്ഞാൽ അതേ ഒന്നും നോക്കണ്ട, നമ്മൾ നല്ല ചൂടായി വരുമ്പോൾ നമ്മുടെ സ്ലൈസ് ചെയ്ത സവോള അങ്ങോട്ടിടാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ എണ്ണയിൽ കിടുന്ന വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ വന്ന് പിടിച്ച് കിടുവായി വരും. പിന്നെ കുറച്ച് ഉപ്പിട്ടേക്കണേ. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറിക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ടൊമാറ്റോയും ജിഞ്ചറും ഗാർലിക്കും പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ പേസ്റ്റ് ചെയ്ത് കറിവേപ്പിലയും മുളകൊക്കെ ഇട്ട് പേസ്റ്റ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഓൺ സോട്ട് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് ഉപ്പിട്ടേക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി എന്ന് പറഞ്ഞാൽ ഒരു തട്ടുകട സ്റ്റൈലും ആവും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബീഫ് കറി നല്ലൊരു നാടൻ സ്റ്റൈലുമാണ്. ശരിക്കും തട്ടുകടയിൽ വയ്ക്കുന്നതാണ് കറക്റ്റ് പ്രോപ്പർ നാടൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എരിവും ആ ഒരു എന്താ പറയുക ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും കഴിക്കുമ്പോൾ. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു മസാല ഇവിടെ ഒഴിക്കുന്നുണ്ട്, വെള്ളത്തിലാക്കിയിട്ടാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗരം മസാലയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ എന്താ പറയുക പെപ്പറൊക്കെ ഉപ്പൊക്കെ ചേർന്ന് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് അത് മിക്സിയിൽ കുറച്ച് നാരങ്ങീരും വെച്ച് ഒഴിച്ച് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതൊരു പ്രത്യേകതയാണ് കേട്ടോ ഇതിന്. ബീഫ് കറിയുടെ ഗ്രേവി ഏകദേശം തിക്കായി വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അത് ലൂസായിരുന്നു ഇപ്പോൾ ചെറുതായിട്ട് അത് തിക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറിയിൽ ഇങ്ങനെ ഒന്ന് തിക്കായി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ബീഫ് ഡ്രൈ ആക്കി എടുക്കാം. അതായത് ബീഫ് റോസ്റ്റ് എടുക്കാനും ഇത് മതി. നമുക്കിതിലേക്ക് ബീഫ് ഇട്ടൊന്ന് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീഫ് റോസ്റ്റും ഇതിൽ പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ നമ്മൾ ഇതിൽ കറി ഇടാകുമ്പോൾ കുറച്ച് സ്പൈസി കിട്ടുന്നതിനായിട്ട് കുറച്ച് ചില്ലി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 ചില്ലി നമ്മൾ കട്ട് ചെയ്തിട്ട് അതിട്ടു. അതിലേക്ക് കുറച്ച് തേങ്ങയുടെ കൊത്തും കൂടി അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊട്ട് കൊത്തൊക്കെ ഇട്ടപ്പോൾ ബീഫ് ഒന്ന് ഡ്രൈ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി മസാല നല്ല അടിപൊളി കിടുക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് കറിയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്, നമ്മുടെ നാടൻ ബീഫ് കറിയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്.
നമ്മുടെ ബീഫ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് നമ്മുടെ ബീഫ് അതിലേക്ക് ഇടാം. ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ആ മസാലയിൽ ഒന്നിങ്ങനെ അങ്ങ് പുരട്ടി കൊടുക്കുക. ലൈറ്റായിട്ടേ ഒന്നിങ്ങനെ പുരട്ടി കൊടുക്കുക. അപ്പോൾ അതിൽ ആ ചില്ലിയും ആ മസാലയൊക്കെ ഒന്നിങ്ങനെ പിടിക്കും അതിൽ. അങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫീൽ വന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ആയിട്ടില്ല കേട്ടോ, നമ്മൾ ഒത്തിരി ക്ഷമയൊക്കെ കാണിക്കണം, എന്നാലും നമ്മുടെ നാടൻ ബീഫ് കറിയും നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. തട്ടുകട കഴിക്കുന്ന ഫീൽ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു വെയിറ്റ് ചെയ്തേക്കണം. നാടൻ തട്ടുകട ബീഫ് കറിയാണ് നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു സീക്രട്ടായിട്ടൊരു കാര്യം ഒഴിച്ചിക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മൾ മാറ്റിക്കളയുന്ന നമ്മുടെ കുക്കറിലിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്ന ബീഫിൻ്റെ ആ വെള്ളം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. വേറെ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇതാവുമ്പോൾ ആ ബീഫിൻ്റെ ഒരു രുചി അങ്ങോട്ട് ഒന്നും കൂടി അങ്ങ് കൊണ്ടുവരും. ഈ കറിക്ക് വറ്റി ഒന്ന് കട്ടി ഗ്രേവി ആവുമ്പോൾ അതിലേക്കൊരു പൊറോട്ടയും മുക്കി ഒരു പീസ പൊറോട്ടയുടെ വെച്ച് അതിൽ വെന്ത മുളകൊന്ന് വെച്ച് കഴിക്കുന്നൊരു ഫീലൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ പൊന്നേ, ഞാനേ പൊറോട്ട മേടിക്കാനായിട്ടൊന്ന് പറയട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ആ ഒരു ഫീൽ അങ്ങ് തോന്നും, അത്ര അടിപൊളിയാണെന്ന്. അപ്പം ഇനി ഇത് നമ്മൾ ആ ഒരു ബീഫിൻ്റെ സ്റ്റോക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ ബീഫിൻ്റെ കുക്ക് ചെയ്ത വെള്ളം ഒക്കെ ഒഴിച്ച് വെച്ചിട്ട് നമുക്കിനി ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം നമ്മൾ അടച്ച് കുക്ക് ചെയ്യണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തേക്ക് ഇടയ്ക്ക്. അപ്പം നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡിയാവും. അപ്പം നമുക്കിനി ഒന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, റെഡി മണി ആയിട്ടുണ്ട്. നല്ല നാടൻ, നല്ല തട്ടുകട രുചി വരുന്ന നാടൻ ബീഫ് കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അത് രണ്ടും ഇങ്ങനെ മുറിച്ച് ചില്ലി ഇല്ലേ, അതൊന്നിങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഓണിയൻ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ലതായിരിക്കും ഓണിയൻ ഇട്ട് കൊടുത്താൽ. നല്ല കുറച്ചും കൂടി നല്ല നമ്മുടെ തട്ടുകടയിലൊക്കെ ഇങ്ങനെ കൊത്ത് ഓണിയനൊക്കെ ഇട്ട് തരാറില്ല, അതുപോലെ നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോക്കനട്ടാണ് ഇടുന്നത്. കോക്കനട്ടിൻ്റെ ഒരു പഞ്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പഞ്ച് എന്തായാലും ഉണ്ടാവും. നമ്മൾ കോക്കനട്ട് ഇട്ട് കൊടുത്തു. നമ്മുടെ നാടൻ ബീഫ് കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സംഭവം അടിപൊളിയാണ്. ഒരു കറി ലീവ്സും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു, അതൊന്ന് വെച്ച് ഗാർണിഷ് ചെയ്തേക്കാം അങ്ങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.